യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ ആത്മീയ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്, ഈ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം ഇടപെടുന്നതെന്നും നമ്മൾ എപ്രകാരമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കേണ്ടതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ വേദഭാഗം ഞാൻ വായിച്ചിരുന്നു. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ ഒരു നാൾ കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ഈ വിധമായ അബ്രഹാമിൻ്റെ വാദങ്ങൾ, ദൈവത്തിനു മുമ്പാകെയുള്ള വാദങ്ങൾ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ പ്രകൃതി, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഹിതം തുടങ്ങിയവ മനസ്സിലാക്കിയുള്ള ഒരു സംസാരമാണ് അബ്രഹാമിൻ്റെത്. നമുക്കും ഈ ഒരു സ്വഭാവം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, അബ്രഹാമിൻ്റെ കാലത്ത് നമുക്ക് നൽകപ്പെട്ടതുപോലെ വേദപുസ്തകം ഇല്ലായിരുന്നു. എഴുതപ്പെട്ട അങ്ങനെയുള്ള യാതൊരു രേഖയുമില്ല. മറിച്ച് ആ കാലങ്ങളിൽ ദൈവം ഇങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ വെളിപ്പെടുകയും തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്രകാരം വെളിപ്പെട്ടിട്ടുള്ളതായ ആളുകൾ സംസാരിച്ച് കേട്ടതായ അറിവുകൾ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ അറിവിൽ നിന്നും, തങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ദൈവത്തെയും അവൻ്റെ പ്രകൃതിയെയും അവൻ്റെ ഹിതത്തെയും മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ ഈ ഒരു സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവത്തെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാടിലൂടെ, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ, അതേപോലെ തന്നെ മറ്റുള്ളവർ ദൈവത്തെ മനസ്സിലാക്കിയത് അവരുടെ ജീവിത അനുഭവങ്ങളിൽ എപ്രകാരമായിരിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ദൈവം എങ്ങനെയാണ് വെളിപ്പെട്ടത്, ആ ദൈവത്തിൻ്റെ പ്രകൃതി, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഹിതം തുടങ്ങിയവ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ഞാൻ ആരോട് പ്രാർത്ഥിക്കുന്നു ആ ദൈവത്തെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടും. ഇവിടെ നോക്കിക്കേ, ദൈവം സൊദോമിലും ഗൊമോറയിലും ചെയ്യാൻ പോകുന്നതായ ആ ന്യായവിധിയെക്കുറിച്ചുള്ള വാർത്ത അബ്രഹാമിനോട് ദൈവം അറിയിച്ചതിന് ശേഷം അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്ന ഭാഗമാണിത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ദൈവത്തിന് ഇവിടെ ഒരു മധ്യസ്ഥൻ ആവശ്യമാണ്. ദൈവത്തിനും സൊദോം ഗൊമോറയ്ക്കുമിടയിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് ആവശ്യമാണ്. അത് ദൈവം കണ്ടത് അബ്രഹാമിലാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ ദേശത്തും നമ്മുടെ രാജ്യത്തും ദൈവം ആവശ്യപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്നതായ മനുഷ്യരെ ദൈവത്തിന് ആവശ്യമാണ്. കേവലം ഒരു മനുഷ്യൻ എന്നതിനേക്കാളുപരി ദൈവത്തിൻ്റെ പ്രകൃതത്തെയും ദൈവത്തിൻ്റെ ഹിതത്തെയും സ്വഭാവത്തെയും മനസ്സിലാക്കുന്നതായ ആളുകളെയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അവർ പ്രാർത്ഥിക്കുന്നവരായി തീരണം. അവർ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണം. അവർ ദൈവത്തിൻ്റെ ആ ന്യായവിധിയെ മനസ്സിലാക്കിയിട്ട് ആ ന്യായവിധിയിൽ നിന്നും ദേശത്തെ രക്ഷിക്കുവാൻ അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒരിക്കലും നശിപ്പിക്കാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ചില ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഈ നഗരത്തെ നീ ശിക്ഷിക്കണമേ, ഈ ദേശത്തെ നീ ന്യായം വിധിക്കണമേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു നഗരത്തെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയോ ന്യായം വിധിക്കുവാൻ നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുവാൻ നമ്മളാരാണ്? ദൈവം നമ്മളെ അതിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ന്യായവിധി ദൈവത്തിൻ്റെതാണ്. നീതിയുള്ള വിധികൾ എല്ലാം ദൈവത്തിൻ്റെ തന്നെയാണ്. ദൈവമാണ് ഭരിക്കുന്നത്, ദൈവമാണ് സർവാധികാരി. അതുകൊണ്ട് ആ സർവാധികാരിയായ ദൈവത്തോട് ന്യായം വിധിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ന്യായവിധിയിൽ നിന്നും ഈ രാജ്യത്തെ നീ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പറയാനാണ്. കാരണം
ദൈവത്തിന് അവിടെ ആവശ്യം ഇങ്ങനെ ഇടിവിൽ നിൽക്കുന്നവരെയാണെന്ന് വിശുദ്ധ വേദോസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സൊദോം ഗൊമോറയെ ദൈവം ന്യായം വിധിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ആ കാര്യം അതേ അബ്രഹാമിനോട് പറഞ്ഞിട്ട് അബ്രഹാം ആ വിഷയത്തിൽ ദൈവത്തോട് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ 3 ദൂതന്മാരിൽ ഒരുവനായ അതേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അബ്രഹാമിനോട് സംസാരിക്കുവാൻ അവിടെ നിൽക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ അബ്രഹാം അതേ ദൈവത്തോട് സംസാരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോക്കൂ, അബ്രഹാമിൻ്റെ ആ സംസാരമെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണമേ. നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കേണ്ടത്? ദൈവത്തിൻ്റെ പ്രകൃതത്തെയും അതേ ദൈവത്തിൻ്റെ ഹിതത്തെയും അറിഞ്ഞ് എങ്ങനെയാണ് നമ്മൾ അവനോട് സംസാരിക്കേണ്ടതെന്ന് ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, അബ്രഹാം ചെന്നിട്ട് ഇപ്രകാരം ചോദിച്ചു, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അതായത് ഇവിടെ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ഇവിടെ ഒരു വ്യക്തി അതേ ഈ സൊദോമിനും ഗൊമോറയ്ക്കും ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കണം, ആ പട്ടണത്തിൻ്റെ വിടുതലിന് വേണ്ടി സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. ഒരിക്കലും അനീതിയോടുകൂടെ ന്യായപാലനം ചെയ്യുന്നതായൊരു ദൈവത്തെ അല്ല നമുക്ക് വിശുദ്ധ വേദോസത്തിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ അബ്രഹാമിൻ്റെ മധ്യസ്ഥത ദൈവം ഒഴിവാക്കിയിട്ട് നേരിട്ട് സൊദോം ഗൊമോറയെ ന്യായം വിധിക്കാമായിരുന്നു. പക്ഷേ അവിടെ ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് അബ്രഹാമിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്. അവൻ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ യോഹന്നാൻ പറയുന്നത് എന്താ? അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് നമുക്ക് വിശുദ്ധ വേദോസത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ഇഷ്ടം എല്ലാവരും മാനസാന്തരപ്പെടണം, ആരും നശിക്കരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സൊദോം ഗൊമോറ നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവിടെയുള്ള ആളുകൾ അവർ സ്വയം നശിക്കുന്നത് കൊണ്ട്, അതിന് കാരണക്കാരായ ആളുകൾ ആ പട്ടണത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അവിടെ നിന്നും ആരംഭിക്കുന്ന ഈ തിന്മ ലോകം മുഴുവനും പടരുമെന്ന് ദൈവം കരുതുന്നതുകൊണ്ട് അതെ ദൈവം തീരുമാനിക്കുകയാണ് ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ. എങ്കിലും ആ പട്ടണത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരുവനെ ദൈവത്തിന് ആവശ്യമാണ്. ആ വ്യക്തി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അവൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ ഏതൊരു ന്യായവിധിയാണെങ്കിൽ പോലും ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം എന്ന് പറയുന്നത് അവൻ ആരും തന്നെ നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് മധ്യസ്ഥത വഹിക്കുവാൻ ഒരാളെ ദൈവത്തിന് ആവശ്യമാണ്. അവനായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. ഇന്നും നമ്മുടെ ഈ ലോകത്ത് മധ്യസ്ഥ അണയ്ക്കുന്ന അനേക ആളുകളുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാരണം അതേ ദൈവമക്കളുടെ ഈ ഭൂമിയിലെ സാന്നിധ്യമാണ്. നമ്മൾ അതിൽ വളരെ സന്തോഷിക്കണം. അതേസമയം തന്നെ നമുക്കതിൽ ഒരു ഉത്തരവാദിത്വ ബോധവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 24-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അതേ ഉൽപ്പത്തി പുസ്തകം 18:24. പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഒരു സംഖ്യ ഇവിടെ അബ്രഹാം പറയുകയാണ്. കാരണം അബ്രഹാം ചിന്തിക്കുന്നു, ദൈവത്തിൻ്റെ ഒരു സ്വഭാവം, അതായത് ദുഷ്ടന്മാരോടുകൂടെ നീതിമാന്മാരെ സംഹരിക്കുന്നതായ ഒരു പ്രകൃതം, ഒരു രീതി ദൈവത്തിനില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ഇഷ്ടപ്രകാരം ആ ദൈവത്തിൻ്റെ നേച്ചർ മനസ്സിലാക്കിയുള്ള പ്രാർത്ഥനയിൽ താൻ ഒരു സംഖ്യ പറയുന്നു. ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? 25-ാമത്തെ വാക്യം, ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കോണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്ക് ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? നോക്കൂ, ദൈവത്തെ നീതിമാനായി വിശേഷിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ മധ്യസ്ഥത പ്രാർത്ഥന ദൈവത്തിൻ്റെ സ്വഭാവത്തെയും അവൻ്റെ പ്രകൃതത്തെയും അവൻ്റെ ഹിതത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അബ്രഹാം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിലും ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ഹിതത്തെ, ദൈവത്തിൻ്റെ പ്രകൃതത്തെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിനോളം ഒരു എഫക്റ്റീവായിട്ടുള്ള,
ഫലപ്രദമായിട്ടുള്ള മധ്യസ്ഥത വേറെയില്ല. ഈ മധ്യസ്ഥത ചെയ്യുവാൻ മറ്റാർക്കും കഴിയത്തില്ല. ദൈവമക്കൾക്ക് മാത്രമേ ഈ മധ്യസ്ഥത ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് തുല്യനായി അതേ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും പിതാവായ ദൈവത്തിൻ്റെ പ്രകൃതത്തെയും അവൻ്റെ ഹിതത്തെയും മനസ്സിലാക്കി അവൻ മധ്യസ്ഥ അണയ്ക്കുന്ന പോലെ നാമും ദൈവത്തിനു മുമ്പാകെ അതേ അവൻ്റെ പ്രകൃതത്തെയും അവൻ്റെ ഹിതത്തെയും മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ദൈവത്തിനു മുമ്പാകെ ആയിരുന്നു പ്രാർത്ഥിക്കണമെന്നും അനേകരുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ ദൈവമുമ്പാകെ മധ്യസ്ഥ അണയ്ക്കണമെന്നുള്ള വളരെ ശക്തമേറിയ സന്ദേശം ഞങ്ങളോട് അങ്ങ് പറഞ്ഞതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അതിനായി അങ്ങ് ഒരുക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.